ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ ഞാനൊരു സ്റ്റേക്കേഷന് വന്നതാണ്. ഞാനും പിന്നെ ആരും, എൻ്റെ ഉമ്മ, ഞാനും എൻ്റെ ഉമ്മയും കൂടെ മാത്രം ഒരു സ്വസ്ഥമായ സ്റ്റേക്കേഷന് ഇറങ്ങി പുറപ്പെട്ടതാണ്. പെട്ടെന്ന് ഉള്ളൊരു പ്ലാനിങ് ആയിരുന്നേ. എനിക്കൊരു മെസ്സേജ് അയച്ചു, നാളെ വരുമോ, ഞാൻ സാമ്പാർ ഉണ്ടാക്കാം. അപ്പം എനിക്ക് എന്തോ ഒരു എന്തൊക്കെയല്ലേ എൻ്റെ ഇഷ്ടം നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യണ ഒരാൾ, എൻ്റെ വാപ്പയും ഉമ്മയും. അതിൽ ഉമ്മ തന്നെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, എനിക്കിഷ്ടമുള്ള ഫുഡ് ഇപ്പം ഉണ്ടാക്കാം, ഇഷ്ടമുള്ള പോലെ എനിക്കിഷ്ടമുള്ള പോലെ അവരുടെ കാര്യങ്ങളും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. അതെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചെയ്തേക്കണം എൻ്റെ ഉമ്മയാണ്. ഞാനാണെങ്കിൽ എപ്പോഴും സോളോ ട്രിപ്പ് പോകുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോകുന്നു, പീഹുവിൻ്റെ കൂടെ ട്രിപ്പ് പോകുന്നു. ഉമ്മാൻ്റെ കൂടെ അങ്ങനെ മാത്രമായിട്ട് അങ്ങനെ പോല് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ പീഹുവിനാണെങ്കിൽ എക്സാം, വാപ്പാക്കാണെങ്കിലും അവിടെ തിരക്കുകളുണ്ട്. ഞാൻ ഉമ്മച്ചിനോട് ചോദിച്ചു, ശരി ഞാൻ സാമ്പാർ കഴിക്കാൻ വരാം, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലപ്പുഴ വരെ പോയാലോ ഒരു സ്റ്റേക്കേഷൻ. അങ്ങനെ ചൂസ് ചെയ്യാൻ സ്പെഷ്യലായിട്ട് റീസണൊന്നുമില്ല ആലപ്പുഴ ചൂസ് ചെയ്യാൻ. മനസ്സിൽ തോന്നി അങ്ങ് ചോദിച്ചു. ഉമ്മച്ചിയാണെങ്കിൽ ഞാൻ ചോദിച്ച ഉടനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ആലോചിക്കായിരുന്നു എന്താ ഞാനിത് നേരത്തെ ചെയ്യാനേ. ചിലപ്പോൾ ഇത് എല്ലാവർക്കും വലിയ കാര്യമൊന്നും ആയിരിക്കില്ല, പക്ഷെ എനിക്കിത് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇന്ന് നമ്മൾ ലഞ്ച് കഴിക്കും അരവല റെസ്റ്റോറൻറ്റ്. ഞങ്ങളാണെങ്കിൽ ഇവിടെ ഒരു ഹോം സ്റ്റേയിലാണ് സ്റ്റേ ചെയ്യുന്നത്, ഡ്യൂൺ ഹോം സ്റ്റേ. അതിൻ്റെ വീട് ഞാൻ കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞൊരു 10-50 അടി നടന്നാൽ തന്നെ ബീച്ചായി. ഒരു ഫുൾ വീട് നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേക്കാർ നമുക്ക് തന്ന സ്റ്റേക്ക്. ഒരു ബ്യൂട്ടിഫുൾ പ്രിട്ടി സ്റ്റേ ആണേ. ബീച്ചിൽ പോകാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. നമ്മുടെ നായിക ഇതാ വരുന്നു ഗൈസ്. ബീച്ചിൽ പോകാൻ പോണം. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേന്ന് ഇറങ്ങിയിട്ടുള്ള വഴി. നേരെ കാണുന്നത് ബീച്ചാ, ആ ഓട്ടോറിക്ഷയുടെ പുറകിൽ. ഇങ്ങോട്ട് നോക്കിയമ്മ, നല്ല രസം കണ്ട. നമ്മൾ ബീച്ചിലെത്തി. ഇതാണ് ബീച്ച്, ആലപ്പുഴ ബീച്ച്. വാവ്, വിജനമായ ബീച്ചിന്റെ സന്തോഷം. കാരണം എപ്പോൾ പോയാലും ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, എന്നുവെച്ചാൽ ഈ സൈഡ് ആരും വരണ സൈഡല്ല, അതാ. വാവ്, ഞാൻ ഉമ്മാനെ വിളിച്ചപ്പോൾ എന്ത് തോന്നി, നമുക്ക് ട്രിപ്പ് പോയാലോ എന്ന് ചാടി പുറപ്പെടാൻ തോന്നി. അത് ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് നീങ്ങ. അല്ലെങ്കിൽ ഇവിടെ വെറുതെ കാലൊക്കെ നനച്ചിട്ട് പോണ ആളാണ്. ഓ, കഥകളി വരെയായി.
രാത്രി കഴിക്കാനിറങ്ങി. നല്ല സമാധാനപരമായ ഒരു ഏരിയ. നമ്മളിവിടുത്തെ ഫേമസ് തട്ടുകട വന്നേക്കണേ. ഇതാണ് ഈ കടയിലെ സ്പെഷ്യൽ. പൊറോട്ട, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ. നൂറ്റിപ്പത്ത് കൊല്ലം പഴക്കമുള്ള റെസ്റ്റോറൻറ്റാ കനാൽ റെസ്റ്റോറൻറ്റ്. റോബിൻ ചേട്ടൻ. വേറെ ഏതോ റിസോർട്ടിൻ്റെ ലൈറ്റൊക്കെയാ. ഓരോരോ റിസോർട്ടിലെ കാഴ്ചകൾ. അവിടെ കുറേ പേര് ഡാൻസ് കളിക്കുന്നു. എപ്പോഴും വീഡിയോ ഓണായ അപ്പം ടാറ്റ തരും. എന്തിനാന്ന് എനിക്കറിയില്ല. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ എണീറ്റ് ഇച്ചിരി നേരത്തെ എണീറ്റ് പോയി. കാരണം ഈ പുറകിലേ, നമ്മുടെ ഹോം സ്റ്റേയുടെ പുറകിൽ ഒരു ചേട്ടനിരുന്ന് ഭഗവത്ഗീതയോ രാമായണോ എന്തോ ഉറക്ക വായിക്കുന്നുണ്ട്. കുറേ നേരമായി തുടങ്ങിയിട്ട്. അത് കേട്ടങ്ങനെ എണീറ്റ് പോയി. ഉമ്മ എന്താ കള്ളനെ പോലെ. ഇത് കുറേ രാവിലെ മുന്നേ കേൾക്കണേ കൊണ്ട് ഞങ്ങൾ നേരത്തെ എണീറ്റു ഗൈസ്. നമ്മുടെ റൂമിൽ നിന്ന് കുറച്ചിങ്ങനെ നടന്നാലാണ് ചായക്കടയൊക്കെ ഉള്ളൂ. അപ്പോൾ റെയിൽവേ ക്രോസിൽ കൂടെ വന്നിട്ട് ഇത് നാടൻ ചായക്കട. ഇവിടുത്തെ മെയിൻ പൊറോട്ടയും ബീഫ് കറിയും. എനിക്കൊന്നും വേണ്ട, ഒരു കട്ടൻ കാപ്പി മാത്രം മതിയെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ മുട്ട പുഴുങ്ങിയിരിക്കണം. അപ്പം മുട്ട പുഴുങ്ങി തന്നാൽ 2 എണ്ണം വാങ്ങിക്കാം. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പൊറോട്ട കഴിക്കണം. അപ്പം ഞങ്ങൾ പൊറോട്ടയും ബീഫും കഴിച്ചു. നല്ല ചൂട്. ഇടവഴികളിലൂടെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. ഹലോ. അപ്പോൾ ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. 2 തൊപ്പി എടുത്തോണ്ട് വന്നിട്ടുണ്ടായി. എന്ത് കാണിച്ചാൽ വെച്ചേക്കണേ ഇറങ്ങിയ അല്ല ചോദിച്ചത് ഇങ്ങനെയാണ് അതൊക്കെ. കുറച്ച് ഓക്കെ പൊക്കാൻ പറ്റുമോ? പൊക്കും. ഞങ്ങൾ 2 തൊപ്പി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായി. അത് എവിടെ വെക്കണം എന്നറിയാണ്ട് ബാഗിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇവിടെ ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ വെച്ച് ഷോ കാണിക്കാൻ വെച്ചു. ഉമ്മച്ചിക്ക് നല്ല രസമുണ്ട്. താങ്ക് യു. കൊള്ളാം. ഞങ്ങളെന്തായാലും ഞങ്ങളുടെ ഈ ബെസ്റ്റ് വില്ല എന്നാണ് ഈ വീടിൻ്റെ പേര്. ഇവിടെ നിന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമ്മൾ ഇന്നലെ പോയ കനാൽ റെസ്റ്റോറൻ്റ് ഇല്ലേ, ആ റെസ്റ്റോറൻറ്റിൽ പോയി വല്ലതും കഴിക്കണം. അവിടുത്തെ ബിരിയാണി സൂപ്പറാണെന്നാണ് റിവ്യൂസിൽ പറയണത്. ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും. അപ്പോൾ നമുക്കത് ട്രൈ ചെയ്യാണ്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ആ 110 വർഷം ഓൾഡായിട്ടുള്ള കനാൽ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കും. ഉമ്മച്ചിയുടെ ഔട്ട്ഫിറ്റ് കാണിച്ചിട്ടെ. ആരാ? നടക്ക് നടക്ക്. മതി മതി. നമുക്ക് തൊപ്പിയെടുത്ത് അകത്ത് വെക്കാം. ബൈ. ഇതായിരുന്നു ഞങ്ങളുടെ വീട്.
പോവാം. ബാഗ് നമുക്ക് ഓണറിൻ്റെ വീട്ടിൽ വെച്ചിട്ട് കഴിക്കാൻ പോവാം. ഞങ്ങൾ ആ കടയിൽ നിന്ന് കഴിച്ചിറങ്ങിയേ. ഒരു സിംഗിൾ ബീഫ് ബിരിയാണി, ഒരു സിംഗിൾ ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഉമ്മിച്ച് ഒരു പീസ് എക്സ്ട്രാ വാങ്ങി, ഞാൻ കുറച്ച് റൈസ് എക്സ്ട്രാ വാങ്ങി, ഒരു പീസും എക്സ്ട്രാ വാങ്ങി ബീഫിൻ്റെ, പിന്നെ ഒരു സർബത്ത് വാങ്ങി, പിന്നെ ഒരു ഫുൾ ബീഫ് ബിരിയാണി പീഹുവിന് പാഴ്സലും വാങ്ങി. ഇത്ര വാങ്ങിച്ചിട്ട് 370 രൂപ ആയുള്ളൂ. നമ്മൾ ആലപ്പുഴ ടൗണ് എക്സ്പ്ലോർ ചെയ്തില്ല എന്നൊരു പരാതി വേണ്ട, അതും കൂടിയാണ് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇനി എത്ര കടലും മൗണ്ടനും കാഴ്ചകളും കൊണ്ടുപോയി കാണിച്ചാലും എൻ്റെ ഉമ്മാക്ക് സന്തോഷം മോളിൽ പോകുമ്പോഴാണ്. ഏതെങ്കിലും മോള്, ലുലു മോള്, അങ്ങനെ ഏതെങ്കിലും തണുപ്പുള്ളൊരു മോള്, AC റൂം, ഇതൊക്കെയാണ് എൻ്റെ ഉമ്മാക്ക് ഇഷ്ടം. അതുകൊണ്ട് നമ്മളിപ്പോൾ റിലയൻസ് റിലയൻസ് സ്മാർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കാണ് ഗൈസ്. പക്ഷെ ഇതൊരു മോള് പോലെ തന്നെ ഉണ്ടോ, ഇവിടെ റിലയൻസിൻ്റെ ബിൽഡിംഗ് ആണെന്ന് മാത്രമേ ഉള്ളൂ, കുറേ കടകളുണ്ട് പുറത്ത്. ഈ റേസറൊക്കെ എന്ത് ക്യൂട്ട്. പീഹുന് വാങ്ങാം. എൻ്റെ പീമോക്ക് കുഞ്ഞു ചെരുപ്പ്, എൻ്റെ കുഞ്ഞു പീഹുന്. തുടങ്ങിയൊക്കെ എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാതുള്ളു നിറയാ. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഞങ്ങളുടെ ട്രെയിൻ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഉമ്മച്ചി ഇനി ടൈമുണ്ട്, ഒരു 3/4 മണിക്കൂർ കൂടി ഉണ്ട്. അപ്പം ഇതിൻ്റെ അകത്തിരിക്കെ കാണിച്ചു. ഹലോ മാഡം, ഓട്ടോഗ്രാഫ്. നമ്മുടെ ട്രെയിൻ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്, നമ്മൾ കയറാൻ പോണേ. അങ്ങനെ ഞങ്ങളുടെ സ്റ്റേക്കേഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ആലുവക്ക് തിരിച്ചു പോകാൻ ട്രെയിനിൽ കയറി. ഇനി വാപ്പ ആലുവനെ ഞങ്ങൾ പിക്ക് ചെയ്യും. എങ്ങനെയുണ്ടായി ഉമ്മ സ്റ്റേക്കേഷൻ? എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ട്, അടിപൊളി. എല്ലാ കുട്ടികളും അവരൊരു ഉമ്മമാരനെ ഇങ്ങനെയൊക്കെ ഒന്ന് കൊണ്ടുപോയി സന്തോഷിപ്പിച്ചാൽ നല്ലതായിരിക്കും. നല്ലതായിരിക്കും. എടുക്കെടുക്ക് ശീലമാക്കണം. നമുക്ക് നല്ലതാ. അപ്പൊ ശരി, ടാറ്റാ.